എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. IPCയിലെ സംഘർഷങ്ങൾ അയയുന്നില്ല. ഐക്യപ്പെടാൻ കഴിയാത്ത വിധം രണ്ട് വിഭാഗങ്ങളും അകന്നു കഴിയുകയാണ്. ഇതിനിടയിൽ ഒരു ജഡ്ജിയെ മധ്യസ്ഥതയ്ക്ക് വയ്ക്കുന്നു എന്ന് കേൾക്കുന്നു. ജസ്റ്റിസ് K. രാമകൃഷ്ണൻ മധ്യസ്ഥനാകും എന്നാണ് അറിയുന്നത്. സത്യവേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രമുഖ പെന്തക്കോസ്തു സഭയെന്ന നിലയിൽ വേദപുസ്തകമാണല്ലോ നമ്മുടെ ആധാരം. ബൈബിളിൽ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. 1 കൊരിന്ത്യർ 6 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർക്കാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് മുമ്പിൽ വ്യവഹാരമുണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അതും സഹോദരന്മാർക്ക് തന്നെ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. IPC സഭയിലെ നേതൃത്വം ദൈവവചനത്തിന് നൽകുന്ന പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണും ഇതിനോടകം എന്ന് കരുതുന്നു. ദൈവവചനത്തിൻ്റെ ആക്ഷരികവും സമ്പൂർണവുമായ ദൈവശാസ്ത്രീയതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പെന്തക്കോസ്ത് വിശ്വാസ പ്രമാണം ഇവിടെ തെറ്റി. അതിൽ അത്ഭുതപ്പെടേണ്ട, കാരണം തെറ്റലുകളുടെ ഒരു കൂമ്പാരമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇനിയും മധ്യസ്ഥതയെക്കുറിച്ച് പറയാം. ഈ മധ്യസ്ഥതയൊന്നും IPCക്കാർക്ക് പുതുമയുള്ള കാര്യമല്ല. പണ്ട്, അതായത് 1953 IPC പിളർന്ന് രണ്ടായി എന്ന് പറഞ്ഞാൽ ജനറൽ കൺവെൻഷനും മാസയോഗവും മാസികകൾ വരെ രണ്ടായി പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഒടുവിൽ പിളർപ്പിൽ നിന്ന് ഒരുമിച്ച് പോകണമെന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലർക്ക് തോന്നി. അന്നും ഇന്നത്തെ പോലെ മധ്യസ്ഥതയ്ക്ക് ആളെ തേടിയിറങ്ങി. ഒടുവിൽ ആ അന്വേഷണം ചെന്നെത്തിയത് മർത്തോമാക്കാരൻ കുഞ്ഞപ്പി ഉപദേശിയിലായിരുന്നു. അങ്ങനെ 1957 കുഞ്ഞപ്പി ഉപദേശിയുടെ മധ്യസ്ഥത വിജയം കണ്ടു. സഭ ഐക്യമായി. മുൻപ് പറഞ്ഞത് ആവർത്തിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് പ്രസംഗിക്കാനേ അറിയൂ, ദൈവവചനം അനുസരിക്കാൻ ഞങ്ങൾക്കറിയില്ല. കേസും വഴക്കുമായി ഈ സഭ മുന്നേറുകയാണ്. 1953 ഭിന്നതയിലും എല്ലാ ആരോപണങ്ങളും രണ്ട് വിഭാഗങ്ങളും അന്യോന്യം ആരോപിച്ചിരുന്നു. അന്നും അധികാരമോഹമായിരുന്നു വില്ലൻ. അന്നത്തെ പോലെ എല്ലാ ആരോപണങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലെ സംഘർഷത്തിലും ആരോപിക്കപ്പെടുന്നു. പാസ്റ്റർ KE എബ്രഹാം, TN എബ്രഹാം എന്നിവർ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി ഒരു വശത്തും PM ശമൂവേലും KJ ശൗമേലും മറുവശത്തുമായി നിലകൊണ്ടു. രണ്ട് വിഭാഗങ്ങളും യഥാർത്ഥ IPC ഞങ്ങളാണെന്ന് ഉറപ്പിക്കുന്ന നെട്ടോട്ടത്തിലായിരുന്നു. ഒടുവിൽ ഐക്യതയോടെ പ്രശ്നങ്ങൾക്ക് വിരാമമായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു പിളർപ്പിലേക്ക് പോകില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം സഭ ദൈവത്തിൻ്റെതാണ്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നത് തന്നെ. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.